Hello everyone, welcome to EduHope channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഓക്കെ, ഈ 3 ടോപ്പിക്സാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. So let's start. Okay, so സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്ലാസ് +1 ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിനെ പറ്റിയിട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, ഡിഫറെൻറ്റ് ലോസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ്. അവിടെ നമ്മൾ ഗ്യാസസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാൾസ് ലോ, ബോയിൽസ് ലോ, അങ്ങനെ കുറച്ച് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ലോ. അതുപോലെ തന്നെ ലിക്വിഡ്സിനകത്ത് നമ്മൾ കുറച്ച് തിയറീസ് ആൻഡ് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർഫസ് ടെൻഷൻ, ബോയിലിംഗ് പോയിന്റ്, വിസ്കോസിറ്റി എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിൽ വരുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹാവിങ് എ ഡെഫിനേറ്റ് ഷേപ്പ് ആൻഡ് വോളിയം അല്ലേ. നമ്മളിത് ചെറിയ ക്ലാസ് മുതലേ പറഞ്ഞ് പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഹാവിങ് എ ഡെഫിനേറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ഓക്കെ, അപ്പോൾ ഇതിന് പുറമെ വേറെ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമുക്ക് സോളിഡ്സിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോയിന്റ്, അതായത് ദി പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഈസ് സ്ട്രോങ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലിക്വിഡ്സിലായാലും ഗ്യാസസിലാണെങ്കിലും പാർട്ടിക്കിൾസിൻ്റെ തമ്മിലുണ്ടാകുന്ന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കില്ല അല്ലേ. പക്ഷെ സോളിഡിനകത്ത് നമുക്കറിയാം അതിനൊരു സ്പെസിഫിക് ഷേപ്പ് ഉണ്ട്. അതിന് കാരണമാവുന്നത് എന്ന് പറയുന്നത് എന്താണ്, അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും അല്ലേ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോളിഡ്സ് ആർ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ അല്ലേ. അപ്പോൾ സോളിഡ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, അതിൻ്റെ സ്ട്രക്ചർ വൈസ് അത് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻസിൽ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അത് ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദി പൊസിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഈസ് ഫിക്സ്ഡ് ആൻഡ് ദേ ക്യാൻ ഓൺലി വൈബ്രേറ്റ് അബൌട്ട് ദ പൊസിഷൻ. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മളുടെ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം. ഈ എല്ലാ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ പൊസിഷൻ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പൊസിഷൻ മാറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷറോ അതുപോലെ തന്നെ ഫോഴ്സോ ടെമ്പറേച്ചറൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ പാർട്ടിക്കിൾസിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പൊസിഷനിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സോളിഡ്സ് അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഷേപ്പ് ആൻഡ് വോളിയം ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. സ്ട്രക്ചർ എന്ന് പറയുന്നത് റിജിഡും ഇൻകംപ്രസിബിൾ ആണ്. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് പൊസിഷൻ ഉള്ള അതായിരിക്കും എന്തിൻ്റെ, സോളിഡ്സിൻ്റെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിത് പറയുന്നതിന് മുമ്പേ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്നു ഒരു മാർബിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ചോക്ക് എടുക്കുന്നു അല്ലേ. അപ്പോൾ ഈ മാർബിൾ ആണെങ്കിലും ഈ ചോക്ക് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബേസിക് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ. പക്ഷേ നമുക്കറിയാം മാർബിളിൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ചോക്കിൻ്റെ പ്രോപ്പർട്ടിയും ഡിഫറെൻ്റ് ആണ് അല്ലേ. മാർബിൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ് ആൻഡ് ഈസിലി ബ്രേക്കബിൾ അല്ല അല്ലേ. പക്ഷേ നമുക്കറിയാം ചോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ബ്രേക്കബിൾ ആണ്, അതുപോലെ തന്നെ ബ്രിറ്റിലാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് സെയിം കെമിക്കൽ ഫോർമുല സെയിം ആയിട്ടും അതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് വരുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് സോളിഡ്സിൽ നമുക്ക് ഡെഫിനേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ രണ്ടിനെയും 2 കാറ്റഗറി ഓഫ് സോളിഡ്സ് ആയിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ മാർബിൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡാണ്. അതുപോലെ തന്നെ നമ്മുടെ
ചോക്ക് എന്ന് പറയുന്നത് അമോർഫസ് സോളിഡ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ബിഹേവിയറലായിട്ട് നമുക്ക് ചേഞ്ച് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഡിഫറൻസ് വരുന്നത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ കാണിച്ചേക്കുവാണ്. അപ്പോൾ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, ഓക്കെ, അത് അയോൺസ് ആവാം അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ബ്ലൂവിൽ ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ, റെഡിൽ വേറെ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ, 2 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ കാണിച്ചേക്കുവാണ് അല്ലേ. അപ്പോൾ ഇതിനൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലൈനിൽ 3 ബ്ലൂ പാർട്ടിക്കിളായിരിക്കും, നെക്സ്റ്റിൽ 2 റെഡ് പാർട്ടിക്കിളായിരിക്കും, പിന്നെ അഗെയിൻ 3 ബ്ലൂ, ദെൻ റെഡ് ആൻഡ് ബ്ലൂ ആൻഡ് റെഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എത്ര സോളിഡിൻ്റെ ഒരു അറ്റം തൊട്ട് അവസാനത്തെ അറ്റം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, റെഗുലർലി റിപ്പീറ്റിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ റെഗുലർ സ്ട്രക്ചർ ആണെന്നുള്ളത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദേ ഹാവ് റെഗുലർ സ്ട്രക്ചർ ഓർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഫോർ ലോങ് റേഞ്ച്. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഫുൾ അതിൻ്റെ സോളിഡിൻ്റെ ഫുൾ ലെങ്ത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് റെഗുലർ സ്ട്രക്ചർ ഫോർ ലോങ് റേഞ്ച് എന്നാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മളൊരു അമോർഫസ് സോളിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് റാൻഡം ആയിരിക്കും, ഇറഗുലർ ആയിരിക്കും അല്ലേ. ഇനി ഇറഗുലർ ആണെങ്കിൽ തന്നെ അത് ചെറിയ ഒരു പോർഷനിൽ മാത്രമാണ് റെഗുലാരിറ്റി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുകയാണ്, അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേപോലെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ പോർഷൻ എന്ന് പറയുന്നത് സെയിം ആണെങ്കിലും അത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ല. അത് ഒരു പോർഷനിൽ റെഗുലർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത റെഗുലാരിറ്റി വരുന്നത് വേറെ എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ഷോർട്ട് റേഞ്ചിൽ മാത്രമാണ് ഈ റെഗുലാരിറ്റി കാണിക്കുള്ളൂ, ലോങ് റേഞ്ചിൽ റെഗുലാരിറ്റി കാണിക്കത്തില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന് ഇറഗുലർ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് നമ്മളോട് പറയുന്നത്, ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് റെഗുലർ ഓൺലി ഫോർ ഷോർട്ട് റേഞ്ച് അല്ലെ. ചെറിയൊരു റേഞ്ചിൽ മാത്രമാണ് ഇത് റെഗുലാരിറ്റി കാണിക്കത്തുള്ളൂ അല്ലേ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് they are true solids. Either crystalline solids are true solids, but the amorphous solids are pseudo solids or super cooled liquids അല്ലേ. അപ്പോൾ ശരിക്കുമുള്ള സോളിഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് മാത്രമാണ്. അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് സ്യൂഡോ സോളിഡാണ്. സോളിഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടി അത് ഡിസ്പ്ലേ ചെയ്യില്ല. അതിനെന്തായിരിക്കും, അതിൻ്റെ സ്യൂഡോ സോളിഡാണ്, ഡ്യൂപ്ലിക്കേറ്റ് സോളിഡ് എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഒരു സോളിഡ് പോലെയുള്ള ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ സോളിഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അത് എക്സിബിറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലേ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് ആയിരിക്കും ക്രിസ്റ്റലൈനിന്, ബട്ട് അമോർഫസിന് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആവുന്ന സമയത്ത് നമുക്കറിയാം റെഗുലർ സ്ട്രക്ചറാണ്, നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ റെഗുലാരിറ്റി, സ്ട്രക്ചറിലുള്ള റെഗുലാരിറ്റി കാരണം ആ ഒരു സോളിഡ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിഹേവിയർ എന്ന് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ 120 ഡിഗ്രിയിൽ എല്ലാ സമയത്തും എന്തുണ്ടാവും, അത് മെൽട്ടാവും. ഓക്കെ, പക്ഷേ അമോർഫസ് സോളിഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവില്ല അല്ലേ. മെൽറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ട്രാൻസ്ഫർ ആവണം അല്ലേ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്താവും, മെൽറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പാണെന്ന് പറയുന്നത് അല്ലേ. പക്ഷേ അമോർഫസ് സോളിഡിനകത്ത് എന്താണ്, ഇറ്റ് ഈസ് ഇൻ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിന് നമ്മൾ സോളിഡിന് നമ്മൾ മെൽറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മൾ 100 ഡിഗ്രി കൊടുക്കുന്നു. അപ്പോൾ അതൊരു നമ്മൾ എന്താവും, അതൊരു പർട്ടിക്കുലർ, അപ്പോൾ സോളിഡിൽ നിന്ന് ആദ്യം ഇതൊന്ന് സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം പിന്നെ അത് ഒന്നുകൂടിയും മെൽറ്റിങ്ങിൻ്റെ മുമ്പത്തെ സ്റ്റേജിലായിരിക്കും. ആൻഡ് ഫൈനലി ഇറ്റ് വിൽ റീച്ച് ദ മെൽറ്റിംഗ് സ്റ്റേറ്റ് അറ്റ് അബൌട്ട് 300 ഡിഗ്രി സെൽഷ്യസ് ഓർ സംതിങ് അല്ലേ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ മെൽറ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നത് പെട്ടെന്നല്ല മാറുന്നത്, ഒരു ഷാർപ്പ് പോയിന്റിലല്ല മാറുന്നത് അല്ലേ. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലേ. റബ്ബർ അല്ലെങ്കിൽ PVC ഒക്കെ പൈപ്പൊക്കെ നമ്മൾ എടുക്കില്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മൾ
ഒരു ഷാർപ്പ് ടെമ്പറേച്ചറിൽ അത് സോളിഡിൽ നിന്ന് ലിക്വിഡിക്കാവോ ഇല്ല അല്ലേ. അപ്പോൾ ആദ്യം അത് സോഫ്റ്റ് ആവും, അത് കഴിഞ്ഞിട്ട് അത് ഫ്ലെക്സിബിൾ ആവും, അതിന് ശേഷം കുറേ ടെമ്പറേച്ചർ എക്സസ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് എന്ത് വരുന്നത്, അത് ഫുള്ളി മെൽറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. നെക്സ്റ്റ് അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ അല്ലേ. അപ്പോൾ ക്രിസ്റ്റലൈൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ സോളിഡ്സ് എന്ന് പറയുന്നത് അനൈസോട്രോപ്പിക് ആണ് അല്ലേ. വട്ട് യു മീൻ ബൈ അനൈസോട്രോപ്പിക്? അനൈസോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഡയറക്ഷനിലും ഉണ്ടാകുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കാണിക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അത് എന്തുകൊണ്ടാണ് നമുക്കിവിടെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോളിഡിന് നമ്മൾ ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാം ഈ ബ്ലൂ പാർട്ടിക്കിൾസ് ആണല്ലോ. ഓക്കെ, ഇനി അതേ സമയത്ത് നമ്മൾ വേറെ ഡയറക്ഷൻ സെക്കൻഡ് ഡയറക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കിൾസും റെഡാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡയറക്ഷനിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല മറ്റേ ഡയറക്ഷനിൽ വരുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻ്റ് ആയിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് പറയുന്നു, അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത്. പക്ഷേ അമോർഫസ് സോളിഡ് എന്താണ്, ഐസോട്രോപ്പിക് ആണ്. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയും അവിയൽ പരുവെന്ന് പറയും അല്ലേ. അപ്പോൾ അതേപോലെ ഇതിനകത്തുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ലെങ്കിലും എല്ലായിടത്തും അത് തോന്നിയ റാൻഡം ആയിട്ടാണ് നമ്മൾ കിടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ആയിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ എന്തായിരിക്കും, സെയിം പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, ഐസോട്രോപ്പിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദേ ഹാവ് എ റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. ഏത്, ക്രിസ്റ്റലൈൻ. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്തായിരിക്കും, റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സോളിഡിന് നമ്മൾ ഈ ഒരു സോളിഡ് നമ്മൾ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കിയാൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, ഇവിടെ റെഡ് ഉണ്ടായിരിക്കും, പിന്നെ റെഡ് ഉണ്ടായിരിക്കും, അങ്ങനെ ഇവിടെ ബ്ലൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന പോർഷനിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, റെഗുലർ ആയിരിക്കും അല്ലേ. പക്ഷേ ഇനി എമോർഫസിനെ കട്ട് ചെയ്യുകയാണെങ്കിലോ, എമോർഫസിനെ ഓരോ സ്ഥലത്ത് കട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് പോലെ ആയിരിക്കും അല്ലേ. ഓരോ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിനെന്തായിരിക്കില്ല, ഇറഗുലർ ക്ലീവേജ് ആയിരിക്കും. അപ്പോൾ അത് പാർട്ടിക്കിൾസ് പ്രോപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രോപ്പറായിട്ട് ക്ലീവേജ് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയുന്നു, ഇറഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ് എന്ന് പറയുന്നു. ഇനി നമ്മുടെ അതിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. NaCl എന്താണ്, സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ് അല്ലേ. ദെൻ ക്വാർട്സ് ഒരു ക്രിസ്റ്റലാണ്. പിന്നെ KCl പൊട്ടാഷ്യം ക്ലോറൈഡ്, CaF2 കാൽഷ്യം ഫ്ലൂറൈഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ എക്സാമ്പിൾസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ദെൻ ഇനി നമ്മൾ നോൺ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ അമോർഫസ് സോളിഡ്സിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സി റബ്ബർ, ഗ്ലാസ് എക്സെട്ര അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അമോർഫസ് സോളിഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നൗ നമ്മൾ ഇത്രയും പറഞ്ഞ ശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അല്ലെ. ക്രിസ്റ്റലൈൻ സോളിഡ്സിലുള്ള ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇനി അമോർഫസ് സോളിഡ്സ് നമ്മൾ ഇവിടെ വെച്ചിട്ട് വിടുവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ട്രൂ സോളിഡ്സിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാമെന്ത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു കാറ്റഗറൈസേഷൻ ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് നമ്മളതിനെ ക്ലാസിഫിക്കേഷൻ നമ്മളൊരു ടേബിൾ വെച്ചിട്ട് തിരിച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നൗ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ പറഞ്ഞു എന്തായിരിക്കും, അതിനൊരു സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ട്രൂ സോളിഡ്സ് ആയിട്ടാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ അതിന് സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ട്രൂ സോളിഡ്സ് ആയിരിക്കും അത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, അനൈസോട്രോപ്പിക് ആയിരിക്കും, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് പറയാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് സോളിഡ്സ് അല്ലേ. അയോണിക് സോളിഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റാലിക് സോളിഡ്സ്. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് കോവലന്റ് സോളിഡ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മോളിക്കുലർ സോളിഡ്സ്. ഓക്കെ, അപ്പോൾ അയോണിക് സോളിഡ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വരുന്നത് എന്നുള്ളത്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് അട്രാക്ഷൻ ഫോഴ്സ്. തേർഡ് വൺ, ഹൗ ഈസ് ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ
അയോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അയോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് അയോൺസ് അല്ലേ. അപ്പോൾ ആനയോൺസും കാറ്റയോൺസും ആയിട്ടുള്ള അയോണിക് സോളിഡ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. എന്തായിരിക്കും ആനയോൺസും കാറ്റയോൺസും ആയിരിക്കും അതിൻ്റെ പാർട്ടിക്കിൾസ് ആയിട്ട് ഉണ്ടാവുന്നത്. ഇനി മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റൽസ് തന്നെ അല്ലേ. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ അയൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയൺ നമ്മൾ മെറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനകത്ത് മെറ്റൽ ആറ്റംസ് ആണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി കോവലൻറ്റ് സോളിഡ്സിനകത്ത് എന്തായിരിക്കും നോൺ മെറ്റൽസ് ആറ്റംസ് ആയിരിക്കും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ സോളിഡ് ആണ്. മോളിക്കുലർ സോളിഡ്സിനകത്ത് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ആയിരിക്കും അതിൻ്റെ എന്തായിട്ടുണ്ടാവുന്നത് പാർട്ടിക്കിൾസ് ആയിട്ടുണ്ടാവുന്നത്. ഓക്കെ. ഇനി അയോണിക് സോളിഡിനകത്ത് എന്തായിരിക്കും നമുക്കറിയാം അയോണിക് സോളിഡ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് NaCl അല്ലേ. അപ്പോൾ NaCl എന്ന് പറയുന്ന എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. Na+ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ Cl- ഉണ്ടായിരിക്കും. എന്നിട്ട് അത് തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ടാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത് NaCl പറയുന്ന ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അടിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആനയോൺസും അതുപോലെ തന്നെ കാറ്റയോൺസും കൂടി ചേർന്നതാണ് അയോണിക് സോളിഡ്സ്. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അയോണിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ചാർജസ് തമ്മിലുണ്ടാവുന്ന ഓക്കെ. അപ്പോൾ അയോണിക് സോളിഡ്സിനകത്ത് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ആയിരിക്കും. ഓക്കെ. ഇനി മെറ്റാലിക് സോളിഡ്സിനകത്ത് എന്തായിരിക്കും മെറ്റാലിക് ബോണ്ട് ആയിരിക്കും അതിനകത്ത് വരുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഒരു അയൺ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയണിൻ്റെ അതിനകത്ത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അയൺ നമ്മൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയണിൻ്റെ കുറേ ആറ്റംസ് നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇനി അതെന്തായിരിക്കും ഫിക്സ്ഡ് ആയിട്ടുള്ള അയണിൻ്റെ അയോൺസ് ആയിരിക്കും. ഇനി ഈ അയോണിൻ്റെ ഇതിൻ്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ Fe3+ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയണിൻ്റെ പോസിറ്റീവ് അയോൺസ് ഇങ്ങനെ അലൈൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിന് എല്ലാ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫ്രീലി ഹെൽഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് എന്തായിരിക്കും ഒരു സീ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇതിൻ്റെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇതിൻ്റെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് ഇത് തമ്മിലുണ്ടാവുന്ന ബോണ്ടിങ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും വരുന്നത് അല്ലേ. കോവലൻ്റ് സോളിഡ്സിനകത്ത് നമുക്ക് അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ കോവലൻ്റ് ബോണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി മോളിക്കുലർ സോളിഡ്സിനകത്ത് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ് അല്ലേ. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിട്ടുള്ള ഫോഴ്സാണ്, വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സാണ്. ഇനി മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് അല്ലേ. ഇനി നമുക്കറിയാം ഈ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നതും സ്ട്രോങ് ബോണ്ടുകൾ ആയതുകൊണ്ട് തന്നെ ആ സബ്സ്റ്റൻസിൻ്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഹൈ ആയിരിക്കും അല്ലേ. ഇനി കോവലൻ്റ് ബോണ്ട് നമ്മൾ എന്തായിരിക്കും കോവലൻ്റ് ബോണ്ടാണ് ഇതിൽ തമ്മിലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ കോവലൻ്റ് ബോണ്ടായിട്ട് സബ്സ്റ്റൻസ് ആയിരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമുക്കറിയാം നമ്മുടെ ഗ്രാഫൈറ്റ് എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ ഡയമണ്ട് എടുത്താലും എല്ലാം എന്താണ് കോവലൻ്റ് ബോണ്ടാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും നമ്മുടെ സ്ട്രോങ് സ്ട്രക്ചർ ആയതുകൊണ്ടും എന്തായിരിക്കും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആയിരിക്കും. ഇനി ലാസ്റ്റ് മോളിക്കുലർ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് വളരെ ലോ ആയിട്ടുള്ള ഫോഴ്സാണ് നമ്മളതിനെ പാർട്ടിക്കിൾസിനെ ഹെൽഡ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്തായിരിക്കും വരുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ലോ ആയിരിക്കും. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലേ. നമുക്കറിയാം മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സാണ് കൂടുതലായിട്ടുള്ള കണ്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർക്കായിരിക്കും മെറ്റാലിക് സോളിഡ്സിനായിരിക്കും. ഇനി അതിനുശേഷം അയോണിക് സോളിഡ്സ് കണ്ടക്ട് ചെയ്യും എപ്പോഴാണ് അത് മോൾട്ടൺ സ്റ്റേറ്റ് ആയിട്ടുള്ള സമയത്ത് അല്ലേ. മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ അക്വ സ്റ്റേറ്റിലാണ് നമ്മുടെ അയോണിക് സോളിഡ്സ് കണ്ടക്ട് ചെയ്യുള്ളൂ. കാരണം ആ സമയത്തായിരിക്കും നമ്മുടെ അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഇലക്ട്രോൺസും അപ്പോഴാണ് അതിനകത്ത് നിന്ന് റിലീസ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്ത് ചെയ്യുള്ളൂ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ള രണ്ട് സ്റ്റേറ്റുകൾ കോവലൻ്റ് ആയിരുന്നെങ്കിലും മോളിക്കുലർ സോളിഡ് ആണെങ്കിലും അത് ഇതായിരിക്കും വളരെ ലോ കണ്ടക്ടിവിറ്റി ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് KCl CaF2 ഒക്കെ നമുക്ക് എന്താണ് അയോണിക് ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം Na+Cl- K+Cl- അല്ലേ. അപ്പോൾ അങ്ങനത്തെ അയോണിക് സോളിഡ്സ് നമ്മൾ പറഞ്ഞു. ദെൻ മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ അയൺ, സിങ്ക്, കോപ്പർ, അലൂമിനിയം പോലെ തന്നെയാണ് മെറ്റാലിക് സോളിഡ്സ് വരുന്നത്. കോവലൻ്റ് സോളിഡ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കാർബൺ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം ഒന്നുകിൽ ഗ്രാഫൈറ്റ് പറയാം
അല്ലെങ്കിൽ ഡയമണ്ട് പറയാം. എല്ലാം എന്താണ് കോവലൻറ്റ് സോളിഡ്സ് ആണ്. പിന്നെ സിലിക്കൺ ബോണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഇതെല്ലാം എന്താണ് കോവലൻറ്റ് സോളിഡ്സ് ആണ്. ദെൻ മോളിക്കുലർ സോളിഡ്സിനകത്ത് വരുന്നതാണ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഫ്ലൂറിൻ മോളിക്യൂൾ, അതുപോലെ തന്നെ സൾഫർ മോളിക്യൂളൊക്കെ മോളിക്കുലർ സോളിഡ്സിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെക്ചറിലെ ലാസ്റ്റ് ടോപ്പിക്, ദറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് മോളിക്കുലർ സോളിഡ്സ്. അല്ലേ, നമ്മളിവിടെ പറഞ്ഞ മോളിക്കുലർ സോളിഡ്സിൻ്റെ എന്താണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ മോളിക്കുലർ സോളിഡ്സിൻ്റെ 3 തരത്തിലാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്, പോളാർ മോളിക്കുലർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. ഓക്കെ, അപ്പോൾ നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്, പോളാർ മോളിക്കുലർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. ഓക്കെ, അപ്പോൾ നോൺ പോളാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പോളാരിറ്റി നമ്മൾ പറയുന്നത്? പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? അല്ലെ, നമ്മൾ +1 സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പോളാർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോവലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഫോം ചെയ്തേക്കുന്ന ഒരു സാധനത്തിൽ അയോണിക് ക്യാരക്ടർ ഇല്ലാത്ത ഒരു മോളിക്യൂളിനകത്ത് അയോണിക് ക്യാരക്ടർ കയറി വരും. എപ്പോഴാണ് അതിനകത്ത് വരുന്ന എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവും ഒന്ന് ലെസ് ഇലക്ട്രോനെഗറ്റീവും ആവുന്ന സമയത്ത് ഈ ഷെയർഡ് പെയർഡ് ഓഫ് ഇലക്ട്രോൺസ് തന്നെ കൂടുതൽ ആരുടെ ഭാഗത്തേക്ക് പോകും? ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആളുടെ അടുത്ത് പോകും. അല്ലെ, ഫോർ എക്സാമ്പിൾ H2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ഓക്സിജൻ എന്ന് പറയുന്ന ഹൈഡ്രജനേക്കാളും വളരെ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ അത് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അതിൻ്റെ സൈഡിലേക്ക് വലിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ മോളിക്യൂൾസിനെ നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പോളാർ മോളിക്യൂൾസ് അല്ലാത്തതാണ് എന്ത്? നോൺ പോളാർ. അപ്പോൾ നോൺ പോളാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് വരത്തില്ല? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആയിരിക്കില്ല വരുന്നത്, സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആയിരിക്കും മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അല്ലേ, അപ്പോൾ ഹൈഡ്രജൻ, ക്ലോറിൻ, അല്ലേ, ഈ മോളിക്യൂൾസ് എന്താണ്? രണ്ടും ഹൈഡ്രജൻ ആണെങ്കിൽ രണ്ടും ക്ലോറിൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ആവുന്ന സമയത്ത് എന്തായിരിക്കും? നോൺ പോളാർ ആയിരിക്കും വരുന്നത്. അല്ലേ, അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും? ഒന്നെങ്കിൽ ആറ്റംസ് ആയിട്ടായിരിക്കും വരുന്നത്, ഫോർ എക്സാമ്പിൾ ആർഗൺ, ഹീലിയം ഒക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും? മോളിക്യൂളായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അത് ഹൈഡ്രജൻ്റെ, ക്ലോറിൻ്റെ ഒക്കെ മോളിക്യൂൾ അവിടെ എന്താണ്? സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ് ബോണ്ട് ചെയ്ത് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അല്ലേ, ഇനി അത് തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആയിരിക്കും അതിനകത്ത് വരുന്ന ഫോഴ്സ് വരുന്നത്. അല്ലേ, ഇനി പോളാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റംസ് ആയിരിക്കും മോളിക്യൂളിൽ വരുന്നത്. അപ്പോൾ HCl അല്ലെങ്കിൽ CO2 എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? HClനകത്ത് Cl എന്ന് പറയുന്നത് Hനേക്കാളും ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ ഓക്സിജൻ കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങനത്തെ വരുന്നതാണ് പോളാർ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഡൈപോൾ ഫോഴ്സ് ആയിരിക്കും വരുന്നത്. അല്ലേ, അപ്പോൾ ഈ പോളാർ മോളിക്യൂൾസ് ഡൈപോൾസ് ഫോം ചെയ്യും. എന്താണ് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ മോളിക്യൂളിന് ഒരു ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ചാർജ് ഉണ്ടാവുന്ന അങ്ങനത്തെ മോളിക്യൂൾസിനാണ് എന്ന് പറയുന്നത് ഡൈപോൾസ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ അങ്ങനത്തെ ഈ മോളിക്യൂൾസിന് ഡൈപോളായിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് മോളിക്യൂൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈപോൾ അട്രാക്ഷൻ ആയിരിക്കും. അല്ലേ, ഈ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടഡ് ആണ്. അല്ലേ, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിനകത്ത് നമ്മുടെ ഹൈഡ്രജൻ ഒന്ന് വരുന്നുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ആണ് അതിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ആറ്റം വരുന്നത്. ഈ രണ്ടാമത്തെ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോൺ പോളാറിൽ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കും. അല്ലേ, ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ, നൈട്രജൻ, ഓക്സിജൻ ഒക്കെ. അപ്പോൾ രണ്ടാമത്തെ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ആയിരിക്കും. ഇനി അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു HFൻ്റെ മോളിക്യൂളും അടുത്ത HFൻ്റെ മോളിക്യൂളും തമ്മിൽ എന്ത് സംഭവിക്കുന്നു? ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. അതായത് ഇവിടെ നമ്മുടെ HFനകത്ത് എന്തുണ്ട്? ഈ H എന്ന് പറയുന്നത് പാർഷ്യലി പോസിറ്റീവ്, ഇത് പാർഷ്യലി നെഗറ്റീവാണ്. അതേപോലെ ഇതിൻ്റെ മോളിക്യൂളിനകത്ത് ഇത് പാർഷ്യലി പോസിറ്റീവ്, ഇത് പാർഷ്യലി നെഗറ്റീവാണ്. അല്ലേ, അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫ്ലൂറിനും ഈ ഹൈഡ്രജനും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ബോണ്ടിനാണ് എന്ത് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോനകത്ത് നമ്മൾ ഇതിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസും ഫർദർ തിയറീസും ഡിസ്കസ് ചെയ്യും, സോളിഡ്സിനെ പറ്റിയിട്ടും. ഓക്കെ, ടിൽ ദെൻ താങ്ക് യു.